മലപ്പച്ചേരി പുനരധിവാസ കേന്ദ്രത്തിലെത്തി ആറങ്ങാട് അർ-റഹ്മ സെന്റർ പ്രവർത്തകർ പെരുന്നാൾ ആഘോഷം സംഘടിപ്പിച്ചു. തെരുവിൽ അലഞ്ഞുതിരിഞ്ഞ കുഷ്ഠരോഗികളും മാറാരോഗികളും മാനസിക രോഗികളും ഉൾപ്പെടെ 2000-ഓളം മനുഷ്യരെ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന മടിക്കൈ മലപ്പച്ചേരിയിലെ മലബാർ പുനരധിവാസ കേന്ദ്രത്തിലെ അന്തേവാസികളോടൊപ്പം ആറങ്ങാടി അർ-റഹ്മ സെന്റർ സംഘടിപ്പിച്ച പെരുന്നാൾ ആഘോഷം വേറിട്ടതായി. ഏറെ സ്നേഹിച്ച് പോറ്റി വളർത്തിയ മക്കൾ ജീവിതത്തിന്റെ അവസാന കാലത്ത് നടതള്ളിയപ്പോൾ അവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് MM ചാക്കോ എന്ന ദയാലുവായ മനുഷ്യൻ ആരംഭിച്ചതാണ് മലബാർ പുനരധിവാസ കേന്ദ്രം. 2 വർഷം മുമ്പ് ചാക്കോ വിട പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഷീല ചാക്കോയും മക്കളായ സുസ്മിത ടീച്ചറും മനുവും സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയായിരുന്നു. മനോനില തെറ്റിയവരും രോഗികളും ഉൾപ്പെടെ 150ഓളം അന്തേവാസികൾ ഇപ്പോൾ ഈ കേന്ദ്രത്തിലുണ്ട്. ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ 17ഓളം ജീവനക്കാരും സ്ഥാപനത്തിലുണ്ട്. ജില്ലയിലെ പ്രമുഖ ജീവകാരുണ്യ പ്രസ്ഥാനങ്ങളിലൊന്നായ ആറങ്ങാടി അർ-റഹ്മ സെന്റർ മലബാർ പുനരധിവാസ കേന്ദ്രത്തിലെ അന്തേവാസികൾക്ക് ഭക്ഷണം നൽകി പെരുന്നാൾ ആഘോഷം ഹൃദ്യമാക്കി. ചെയർമാൻ ബഷീർ ആറങ്ങാടിയുടെ അധ്യക്ഷതയിൽ KMCC ദുബായ് സംസ്ഥാന കമ്മിറ്റി വൈസ് പ്രസിഡന്റ് MK അബ്ദുള്ള ആറങ്ങാടി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. എന്താണ് പറയേണ്ടത് എന്ന് എനിക്കറിയില്ല. ഇവിടെ ഒരുപാട് ആളുകൾ ഇപ്പം നമ്മൾ കണ്ടവരാരും അനാഥരായി ജനിച്ചവരല്ല. ഇവർക്കെല്ലാം അച്ഛനുണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു. ഇവർ എത്ര സ്നേഹത്തോടെയായിരിക്കും ഇവരുടെ മക്കളെ നോക്കിയിട്ടുണ്ടാവും. ഈ സായാഹ്ന സമയത്ത് ഈ അവരുടെ അവസാന കാലത്ത് ഇങ്ങനെ നടന്നിടുമ്പോൾ അവർക്ക് അവരുടെ മക്കളെ വൈക്കം മുഹമ്മദ് ബഷീർ 73 വയസ്സ് വരെ ജീവിച്ച അതുല്യനായ കലാകാരനാണ്. പക്ഷെ വൈക്കത്തോട് വൈക്കത്തിന് ജീവിതാനുഭവങ്ങൾ ഒരുപാടാണ്. ബേപ്പൂർ സുൽത്താനായി മാഞ്ചുകൊട്ടിലിരുന്ന വൈക്കം ഈ മുഹമ്മദ് റഫിയുടെയും സൈഗാളിന്റെയും ഒക്കെ സംഗീതം ആസ്വദിച്ച് ജീവിതത്തിന്റെ ഹിമാലയത്തിന്റെ സാനുക്കളിൽ പോയി തപസ്സനുഷ്ഠിച്ച ആളാണ് വൈക്കം. അങ്ങനെ എന്തൊക്കെയോ വേഷം ജീവിതം ഒരുപാട് ആസ്വദിച്ച ആളാണ്. വൈക്കത്തോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം, ആ നിമിഷം ഏത് എന്ന് ചോദിച്ചപ്പോൾ വൈക്കം പറഞ്ഞൊരു മറുപടി, അദ്ദേഹത്തിൻ്റെ ഒരു മകൻ, ഏക മകൻ അനസിന് ചെറുപ്പകാലത്തൊരു അസുഖം ഉണ്ടായിരുന്നു. കരഞ്ഞ് ശ്വാസം പോകും. ഒരു രാത്രിയിൽ അങ്ങനെ ഈ കുഞ്ഞിന്റെ ശ്വാസം പോയി. ഡയറക്ടർ സുസ്മിത ടീച്ചർ സ്ഥാപന പരിചയം നടത്തി. ജനറൽ കൺവീനർ മുത്തലീബ് കൂളിയങ്കാൽ സ്വാഗതം പറഞ്ഞു. ട്രഷറർ MK റഷീദ് ഹാജി, വൈസ് ചെയർമാൻ CH അസീസ്, കൺവീനർമാരായ ഇബ്രാഹിം പള്ളിക്കര, AP കരീം, ഡയറക്ടർമാരായ T ഖാദർ ഹാജി, MK അബ്ദുറഹ്മാൻ, ഹാഷിം ആറങ്ങാടി, T റംസാൻ, CH അബ്ദുൽ ഹമീദ് ഹാജി, K മുഹമ്മദ് കുഞ്ഞി, AK മുഹമ്മദ്, അബ്ദുൽ റഹ്മാൻ ബഹ്റിൻ, ആറങ്ങാടി ജമാഅത്ത് ജോയിന്റ് സെക്രട്ടറി ഫസലുർ റഹ്മാൻ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.